ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാർക്കറ്റിംഗ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബജാജ് ഫിൻസർവ് ആപ്ലിക്കേഷൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ ഗൾഫിൽ വർക്ക് ചെയ്യും. പക്ഷേ ബജാജ് ഫിൻസർവ് ആപ്ലിക്കേഷന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അത് കുറച്ച് ദിവസങ്ങൾ ഇടപെട്ട് ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ OTP ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൾഫിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ OTP റിസീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതല്ലാതെയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എന്താ പറയുക, നമ്മളതിൽ NPIN സെറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ചെയ്യാറുണ്ട്. 1-2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും OTP ചോദിച്ചിട്ടാണ് നമ്മൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഗൾഫിൽ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും, വർക്ക് ചെയ്യാതിരുന്നുള്ള. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, അതിൻ്റെ OTP ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. കാരണം നിങ്ങൾക്ക് OTP റിസീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ അതിലുണ്ടായിരിക്കണം. ഈ ബജാജ് ഫിൻസർവ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് യൂസ് വരുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ട് EMIയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ബജാജ് ഫിൻസർവ് ആപ്ലിക്കേഷനിൽ ഞാൻ മെയിനായിട്ട് അത് യൂസ് ചെയ്യാറുള്ളത് മറ്റ് പർച്ചേസിനൊന്നുമല്ല, ജസ്റ്റ് നമ്മളുടെ ലോൺ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ EMI എത്രയുണ്ട്, എത്ര അടച്ചു, ഏത് മാസമാണ് EMI അവസാനിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുള്ളത്. അതല്ലാതെ അതെനിക്ക് വേറെ യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 3-4 EMI ഉള്ളതുകൊണ്ട് നമ്മൾ അത് തുറന്നു നോക്കും. അധികം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് എത്രയായി. അപ്പം ഈ EMI തീരുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്മ് ഈ ബജാജ് എന്തായാലും നമ്മൾക്കുള്ള പ്രൈമറി സിമ്മിലായിരിക്കും നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അതേ ഒരു സിം നമ്പർ തന്നെയായിരിക്കും നമ്മൾക്ക് ഈ ബജാജ് ഫിൻസർവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സിം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നുമില്ല. എന്തായാലും OTP വരുമ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ ഈ ഗൾഫ് കൺട്രീസിൽ നിങ്ങൾക്ക് OTP ലഭിക്കണം എന്നൊരൊറ്റ നിബന്ധന മാത്രമേ ഈ ആപ്ലിക്കേഷൻ്റെ മുകളിൽ എനിക്കുള്ളൂ എന്ന് തോന്നുന്നു. അതല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും അത് വർക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് ആപ്ലിക്കേഷൻ ഗൾഫിൽ ഉപയോഗിച്ച് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.